ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. നിങ്ങളുടെ മുന്നിലേക്ക് രണ്ടേ ദിവസം കൂടി മാത്രമേ ഉള്ളൂ ഒഫീഷ്യലി ബിടെക്കിന്റെ KTU ക്ലാസുകൾ തുടങ്ങുന്നതിന്. ഏറ്റവും അവസാനത്തെ ചാൻസ്, കീം എഴുതിയ വിദ്യാർത്ഥികൾക്ക് ഒരു ബെറ്റർ കോളേജുകളിലേക്ക് പോകാനുള്ള ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാൻസ് ആണ്, ദ ലാസ്റ്റ് കോൾ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് സ്പോട്ട് അഡ്മിഷൻ ആണ് മക്കളെ. അതുകൊണ്ട് നിങ്ങളിപ്പോൾ സെൻട്രലൈസ്ഡ് സ്പോട്ട് അഡ്മിഷൻ പ്രതീക്ഷിച്ച് നിൽക്കേണ്ട. അങ്ങനെയല്ല, ഓരോ കോളേജുകളിലും സെപ്പറേറ്റ് അവരുടെ വെബ്സൈറ്റുകൾ വഴി അവരുടെ വേക്കൻസിക്ക് അനുസരിച്ചുള്ള കോളേജ് വൈസ് സ്പോട്ട് അഡ്മിഷൻ ആണ്. അപ്പോൾ അതിന്റെ ഷെഡ്യൂളുകൾ പല കോളേജുകളും വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും പല ഗവൺമെന്റ് കോളേജുകൾ, അതോടൊപ്പം തന്നെ IHRD ചെങ്ങന്നൂരൊക്കെ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഇന്നാണ് ഓഗസ്റ്റ് 8 ആണ് അവരുടെ ആ ഒരു ഡേറ്റ്. അപ്പം ഈ രീതിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബെറ്റർ എന്ന് തോന്നുന്ന മുകളിലോട്ട് വെച്ചിട്ടുള്ള കോളേജുകളിൽ സ്പോട്ട് അഡ്മിഷന് വേണ്ടി മാറാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതോടൊപ്പം KTU ഫസ്റ്റ് ഇയേഴ്സിന് വേണ്ടിയുള്ള കംപ്ലീറ്റ് സ്റ്റഡി പാക്ക് അവൈലബിൾ ആണ്. ഓഫർ പ്രൈസ് 2 ദിവസം കൂടിയേ ഉള്ളൂ. ജസ്റ്റ് കോൺടാക്ട് ചെയ്യാൻ വേണമെങ്കിൽ. സോ നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയത് ഏതെങ്കിലും ഒരു കോളേജ് ആയിരിക്കും. മുകളിലോട്ട് GC തൃശ്ശൂരും CET ഒക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അങ്ങനെയെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? പ്രധാനമായിട്ടും ഈ സ്പോട്ട് അഡ്മിഷൻ പങ്കെടുക്കാൻ പറ്റുന്നത് ഗവൺമെന്റ് IHRDയിലൊക്കെ ഓൾറെഡി അഡ്മിഷൻ നേടിയ അല്ലെങ്കിൽ ഇതുവരെ കിട്ടാത്ത കുട്ടികൾക്ക്, അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെന്റിൽ നിന്ന് മാറിയിട്ടില്ല, സെക്കൻഡ് അലോട്ട്മെന്റിൽ മറ്റൊരു കോളേജിൽ പോയി ഓൾറെഡി അഡ്മിഷൻ എടുത്തു, അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ മറ്റേ കോളേജിൽ നിന്നുള്ള ഡോക്യുമെന്റ്സും ഈ പറയുന്ന ഓരോ കോളേജുകളിലെ സ്പോട്ട് അഡ്മിഷൻ അതായത് ഡോക്യുമെന്റ്സ് അവരുടെ വെബ്സൈറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ആ സംഭവങ്ങളുമായിട്ട് ആ ഡോക്യുമെന്റ്സുമായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ അതാത് കോളേജുകളിൽ ഹാജരായി നിങ്ങളുടെ കീമിന്റെ ബാക്കി ഡോക്യുമെന്റ്സും റിസർവേഷനും ഇൻകം ഒക്കെ വേണം. എന്നിട്ട് എന്ത് ചെയ്യണം? ചില പ്രൈവറ്റ് കോളേജുകളിൽ മാനേജ്മെന്റ് സീറ്റ് ഓൾറെഡി എടുത്തവർക്കാണെങ്കിൽ NOC ഉൾപ്പെടെ വേണം. അത് പല കോളേജുകളിലും തരത്തുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഗവൺമെന്റ് എന്ന് എടുത്തു പറഞ്ഞത്. അല്ലാത്ത കോസ്റ്റ് ഷെയറിംഗ്, RIT ഉൾപ്പെടെയുള്ള കോളേജുകളിൽ അഡ്മിഷൻ എടുത്തവരോ അല്ലെങ്കിൽ കിട്ടാത്തവരോ ആണ് എങ്കിൽ ഇത്തരത്തിലുള്ള സ്പോട്ട് അഡ്മിഷന് വേണ്ടി ഹയർ കോളേജുകളിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നോക്കാം, ഓഗസ്റ്റ് 11-ാം തീയതി CETയിലും അതുപോലെ തന്നെ GC തൃശ്ശൂരിൻ്റെ സ്പോട്ട് അഡ്മിഷൻ ഡേറ്റ് ആണ്. ഓഗസ്റ്റ് 13-ന് ബാട്ടണിയിലുണ്ട്, RIT കോട്ടയമുണ്ട്, ശ്രീകണ്ഠപുരം ഈ പറയുന്ന ശ്രീകൃഷ്ണപുരം നമ്മുടെ പാലക്കാടുണ്ട്, കോഴിക്കോട്, കണ്ണൂർ, വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഓഗസ്റ്റ് 13-ആണ്. അതുപോലെ ഓഗസ്റ്റ് 14 ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജുകളിൽ. ഇത് കുറച്ച് കോളേജുകളേ ഉള്ളൂ. അതാത് കോളേജുകളുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസിൽ ഡേറ്റ് അവർ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ചിലതിൽ വേക്കൻസി ലിസ്റ്റും ഉണ്ടാകും. അല്ലാത്ത പക്ഷം ഈ കോളേജുകളിലെ കോൺടാക്ട് ചെയ്യാൻ, നിങ്ങൾ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ കറന്റ് സ്റ്റാറ്റസ് ഓൾറെഡി അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ ആ കോളേജിൽ കോൺടാക്ട് ചെയ്തിട്ട് കോർഡിനേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ സ്പോട്ട് അഡ്മിഷന്റെ ഡേറ്റുകളിൽ അതാത് കോളേജുകളിൽ അവർ പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റ്സുമായിട്ട് ഹാജരാകുക. അങ്ങനെ ഹാജരായാൽ എന്ത് ചെയ്യുക? അവിടെ പ്രസന്റ് ആയിരിക്കുന്നവരിൽ നിന്ന് നിങ്ങൾ എലിജിബിൾ ആണ് എങ്കിൽ കീമിന്റെ റാങ്ക് അടിസ്ഥാനത്തിലും റിസർവേഷന്റെ അടിസ്ഥാനത്തിലും അവിടെയുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലൊരു ബ്രാഞ്ച് ആ കോളേജുകളിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാൻസ് ആണ് മക്കളെ, മിസ്സാക്കരുത്. ബിടെക് സ്പോട്ട് അഡ്മിഷൻ എന്താണ് എന്ന് ഇനിയും ഡൗട്ടുള്ളവരാണ് എങ്കിൽ എന്ത് ചെയ്യുക? ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവസാനത്തെ ചാൻസ് ആണ് നിങ്ങൾക്ക് കോളേജ് മാറാനുള്ള, ബെറ്റർ കോളേജ് കിട്ടാനുള്ള, നിങ്ങളുടെ ഡ്രീം കോളേജിലേക്ക് പഠിക്കാനുള്ള. സോ മിസ്സാക്കേണ്ട. ഈ പറയുന്ന ഡേറ്റുകളൊന്ന് കുറിച്ചിട്ടേക്കുക. അതോടൊപ്പം വേറെ കോളേജുകളാണ് നോക്കുന്നതെങ്കിൽ അവിടുത്തെ വെബ്സൈറ്റ് വഴി അതിന്റെ ഡേറ്റുകൾ കൂടി മനസ്സിലാക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോ. KTU സ്റ്റുഡൻസ് ആണെങ്കിൽ നോംസ് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി മെസ്സേജ് ചെയ്തോ. ലോഞ്ച് ഓഫർ പ്രൈസിൽ അവൈലബിൾ ആണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു. ബൈ.